വീട്ടിൽ അമ്മയ്ക്ക് രാവിലെ തന്നെ വയ്യ, ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. രാവിലെ പൊറോട്ട വാങ്ങിയത്. അമ്മ എന്താ കഴിക്കുവാ? ഒക്കെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. അവന് 10:30. അമ്മേനെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ചുമയാണ്. അമ്മേനിപ്പോൾ വാർഡിലാണ് കിടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണം. എത്ര ദിവസം അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല. അമ്മയുടെ കൂടെ എപ്പോഴും ആള് വേണം. കാരണം മറ്റേ ആന്റിബയോട്ടിക് ഹൈ ഡോസ് ഒക്കെ എടുക്കാറുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ട് അമ്മയുടെ കൂടെ വന്നിരിക്കണം. അത് കഴിഞ്ഞ് അപ്പം വരും, പിന്നെ അപ്പം കാണാം. വാഴയല്ല ഇവിടെ. ഡോക്ടർ അന്ന് ഇവരോട് പറഞ്ഞു അഡ്മിറ്റ് ആകാൻ. അപ്പൊ അവർ അന്ന് അഡ്മിറ്റ് ആയില്ല. കുറച്ച് ചോറ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഹലോ ഞാൻ വരുവാ ഞാൻ ഫുഡും കൊണ്ട് വരുവാ. അവിടെ നിൽക്കേ. അപ്പനെ ഹോസ്പിറ്റലിൽ വന്നെന്നാ പറഞ്ഞേ. അപ്പം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വൈകിട്ട് വരെ അപ്പം കാണും അമ്മയുടെ കൂടെ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം. ഓക്കെ, ഞങ്ങളെല്ലാവരുമായിട്ട് അമ്മേനെ കാണാനായിട്ട് പോവുക. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാണാനായിട്ട് പോവുക. അവരില്ലായിരുന്നിട്ട് ഒരു അനക്കം ഇല്ലെന്ന് ലിബി പറഞ്ഞു. അല്ലേ ലിബി? ഉള്ളപ്പോൾ ഉള്ളതിൻ്റെ വില അറിയത്തില്ല. അവർ ശരിക്കും ഇല്ലാണ്ട് ശരിക്കും എന്താ പറയുക, ഒരു മൂകമായ അന്തരീക്ഷം ഇവിടെ. എല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ ലിബിയുടെ വീട്ടിൽ പോകുമ്പം അമ്മ എപ്പോഴും പറയും നിങ്ങളില്ലാണ്ട് ഇവിടെ ഒരു അനക്കമില്ല. ഇപ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അനക്കമില്ല. സോ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് ശരിയാണ്. എടുത്തെടുത്ത് വാ, ചോറൊക്കെ എടുത്ത് വാ. ജസ്റ്റിനും വാ, മെയിൽ അക്കൗണ്ട് കൊടുത്തിട്ട് വരാം. ഈ സമയത്ത് അവിടെ കയറ്റുമെന്ന് അറിയത്തില്ല. 4 മണി വരെ ഉള്ളൂ വിസിറ്റേഴ്സിൻ്റെ സമയം. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് കയറാം.